ഹലോ, നമസ്കാരം. സുരേഷ് ഉള്ളോട്ടിലാണേ. ഇന്ന് ലൈവിൽ വന്നത് കാര്യമായിട്ടൊന്നും പറയാനല്ല. പ്രിയപ്പെട്ട നമ്മുടെ സഹപ്രവർത്തകർ, ഗവൺമെൻറ് എംപ്ലോയീസിന് ശമ്പളം കിട്ടിയിട്ടില്ല എന്ന് വലിയ വാറോലകളും വളരെ വലിയ സമര പരിപാടികളൊക്കെ നമ്മൾ കണ്ട്. സന്തോഷം കൊണ്ട് ഞങ്ങൾക്ക് നിൽക്കാനും വെച്ചാൽ ഇരിക്കാനും വെച്ചാൽ അത് വേറെ വിഷയം. പക്ഷെ എന്നാലും പറയണേ, ശമ്പളം കിട്ടാതെ എങ്ങനെ ജീവിക്കാം, ശമ്പളം കിട്ടാതെ എങ്ങനെ കുടുംബജീവിതം മുന്നോട്ട് പോക്കാം, ശമ്പളം കിട്ടാതെ കുട്ടികളെ വിദ്യാഭ്യാസം എങ്ങനെ നടത്താം, ശമ്പളം കിട്ടാതെ നമ്മൾ സമൂഹത്തിൽ എങ്ങനെ ജീവിക്കാം എന്നൊക്കെ നിങ്ങൾക്ക് വളരെയധികം പ്രയാസം ഉണ്ടാവും, അറിയാൻ താല്പര്യം ഉണ്ടാവും. അങ്ങനെ താല്പര്യം ഉണ്ടെങ്കിൽ ഞങ്ങൾ കേരളത്തിൻ്റെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ KSRTC തൊഴിലാളികളുണ്ട്, നിങ്ങൾ അയൽവാസികൾ. അവരോട് ചോദിച്ച് നോക്കണം, നിങ്ങൾ എങ്ങനെയാണ് ശമ്പളം കിട്ടാത്ത ബുദ്ധിമുട്ട് എങ്ങനെയാണ് എന്ന് ഗവൺമെൻറ് എംപ്ലോയീസ് ചോദിക്കണം. നിങ്ങളൊരു നേതാവ് ഇന്ന് പത്രസമ്മേളനത്തിൽ പറഞ്ഞു, KSRTCയെ പോലെ ശമ്പളം വൈകിപ്പിച്ചു തരുന്ന പ്രവണതയാണ് സർക്കാർ ഏറ്റെടുക്കുന്നത്. എൻ്റെ പൊന്നാര ഗവൺമെൻറ് എംപ്ലോയീസ് നേതാക്കന്മാർ മനസ്സിലാക്കണം, ഈ സർക്കാർ അധികാരത്തിൽ കയറിയതിനു ശേഷം KSRTCക്കാരൻ മര്യാദയ്ക്ക് കഞ്ഞി വെച്ചില്ല. ആ വിവരം നിങ്ങൾക്ക് അറിയാം. നിങ്ങൾക്ക് ഒരു 12 മണിക്കൂർ ശമ്പളം വൈകിയപ്പോൾ സമര, ധർണ, കുത്തിയിരിപ്പ് സമരം, എന്തൊക്കെ സമരങ്ങൾ നടന്നു. ഇത് തന്നെ പറഞ്ഞത്, അവനവൻ്റെ ജീവിതത്തിൽ വരുമ്പം ഞങ്ങൾ മാസക്കണക്കിന് KSRTC തൊഴിലാളികൾ ശമ്പളമില്ലാതെ ജീവിച്ചപ്പം ഒരു സമരം പോയിട്ട് ഞങ്ങൾക്ക് അനുകൂലമായിട്ട് ഒരു വാക്ക് പറയാൻ സാധിക്കാത്ത ഗവൺമെൻറ് എംപ്ലോയീസിനെ ഞങ്ങൾക്ക് മുക്തകണ്ഠം പ്രശംസിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ അതിന് മനസാക്ഷി സമ്മതിക്കില്ല. കുറച്ച് അനുഭവിക്കണം. വേദന എന്താണ്, പ്രയാസം എന്താണ്, ശമ്പളം കിട്ടിയിട്ടില്ലെങ്കിൽ എങ്ങനെ നിൽക്കും, ജീവിതത്തിലെ പ്രയാസകരമായ കാലഘട്ടത്തിലൂടെ എങ്ങനെ നീങ്ങണം എന്നൊക്കെ നിങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെ ശമ്പളമില്ലാതെ എങ്ങനെ ജീവിക്കണമെന്ന് അറിയാനും താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ KSRTCക്കാരുമായി ബന്ധപ്പെടണമെന്ന് വളരെ വിനയത്തോട് നിങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. അപ്പോൾ ഈ അഹങ്കാരത്തിന് കാലും കൈയും വെച്ച ചില ഗവൺമെൻറ് എംപ്ലോയീസുകൾ ഞങ്ങൾ ബസ്സിൽ കയറുമ്പോൾ ഒരു ചെറിയ ഇൻസേർട്ടൊക്കെ ആക്കി ടാഗൊക്കെ തൂക്കിയിട്ട് ശമ്പളം കിട്ടാത്ത പണിക്കാരാണെന്നുള്ള ഉള്ളൊരു ധാരണ ഉണ്ടായിരുന്നു. ഇതാ പറഞ്ഞത്, പഴുത്ത ഇല വീഴുമ്പോൾ പച്ച ഇല ചിരിക്കരുത്. ഇനി ഈ കാലഘട്ടം ഇങ്ങനെ തന്നെ പോവുള്ളൂ. ഏത് സർക്കാർ വന്നാലും ഇനി ഇങ്ങനെയൊക്കെ പോകുള്ളൂ എന്ന് മനസ്സിലാക്കണം. അപ്പോൾ അവനവന് പ്രയാസം വരുമ്പോഴാണ് ആരാൻ്റെ പ്രയാസങ്ങൾ കുറച്ച് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. നിങ്ങൾ പണ്ട് ഞങ്ങളെ നാട്ടിലൊക്കെ പറയും, ആരാൻ്റെ മക്കൾക്ക് പ്രാന്തായാൽ കാണാൻ നല്ല ചേലാണ്. ഞങ്ങൾ KSRTCക്കാർ വർഷങ്ങളായി 8 വർഷകാലമായി സാമ്പത്തിക ഞെരുക്കത്തിലാണ്. ജീവിതം വളരെ പ്രയാസകരമാണ്. ഞങ്ങളുടെ ജീവിതം വളരെയധികം ബുദ്ധിമുട്ടിലാണ്. അപ്പോൾ നിങ്ങൾക്കൊരു 12 മണിക്കൂർ, ഇപ്പം പോയാൽ 28 മണിക്കൂർ വൈകി കാണുമെന്ന് കരുതുക. ഇത് തന്നെയാണ് ജീവിതത്തിൻ്റെ പ്രയാസങ്ങൾ എന്ന് മനസ്സിലാക്കണം എന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത് ഗവൺമെൻറ് എംപ്ലോയീസിലുണ്ട്. ഞങ്ങൾ ഈ ബുദ്ധിമുട്ടായ സമയത്ത് നിങ്ങൾ വാക്ക് കൊണ്ടോ നോട്ടം കൊണ്ടോ അല്ലെങ്കിൽ ഒരു പത്ര റിപ്പോർട്ട് കൊണ്ടോ ഞങ്ങളെ ഒന്ന് സഹായിക്കാനോ അല്ലെങ്കിൽ ഞങ്ങൾക്കൊരു ആശ്വാസ വാക്ക് നൽകാനോ ഞങ്ങളൊന്ന് ചേർത്ത് പിടിക്കാൻ ശ്രമിക്കാത്ത ആളുകളാണ്. അതുകൊണ്ട് നിങ്ങൾ എന്ത് സമരം ചെയ്താലും ആ സമരത്തിന് ജനങ്ങളുടെ ഭാഗത്തു നിന്ന് ആ സമരത്തിന് ഇല്ലായ്മ ചെയ്യാൻ KSRTC തൊഴിലാളികളുണ്ടാവും. KSRTCക്കാരെ കണ്ടിട്ട് ഗവൺമെൻറ് എംപ്ലോയീസ് സമരം ചെയ്യണം കേട്ടോ. ഞങ്ങളെങ്കിൽ നിങ്ങളെ സമരം വിജയിക്കും. പക്ഷേ നമ്മൾ പറയുകയാണ്, നമ്മുടെ വിഷമം പങ്കുവെക്കണമെങ്കിൽ കുഴപ്പമൊന്നുമില്ലല്ലോ. പറയാൻ ആഗ്രഹം ഉണ്ടായിട്ട് പറയല്ല, പക്ഷേ ഞങ്ങൾ പറയിപ്പിക്കുകയാണ്. ചില നേതാക്കന്മാർ വാറോലകളും പ്രസംഗങ്ങളൊക്കെ കാണുമ്പോൾ KSRTCക്കാരെ പോലെ, KSRTCക്കാരനെ പോലെ, KSRTC കുടുംബത്തെ പോലെ ഞങ്ങളും മജ്ജയും മാംസവും കുടുംബവും മക്കളും ഒക്കെ ഉള്ള ആളുകളാണ് ഈ നാട്ടിൽ എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കും. ഇനി ശമ്പളം കയറിയിട്ടില്ലെങ്കിൽ നിങ്ങൾ ആരോട് ചോദിക്കണ്ട, എങ്ങനെ ജീവിക്കണമെന്ന് അയൽവക്കത്തൊക്കെ KSRTCക്കാരുണ്ടാവും. ഓരോട് ചോദിച്ചാൽ മതി എങ്ങനെ ജീവിക്കണം. നോക്കെ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.